ദൈവത്തിൻ്റെ നാമം എന്നുള്ള ചിന്തയാണ് ഈ വീഡിയോയിൽ കൂടി നാം ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിൽ പ്രവൃത്തിയും കഴിവും സ്വഭാവവുമാണ് നാമത്തെ ഉണ്ടാക്കുന്നത് എങ്കിൽ ദൈവത്തിന് നാമമുണ്ട്. ആ നാമം എന്തിനെയൊക്കെ എന്തെല്ലാം പ്രവൃത്തിയാണ്, കഴിവാണ്, സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്? അതൊരു ചോദ്യമാണ്. ഒന്നാമത്തെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ നാമം എങ്ങനെയാണ്, ഏതെല്ലാം തരത്തിലാണ് വെളിപ്പെട്ടിട്ടുള്ളത്? നമ്മൾ പഠിക്കുന്നത് അബ്രാഹാമിന് ദൈവം പ്രത്യക്ഷമായി ഇപ്രകാരം പറഞ്ഞു, അബ്രാഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കമായിരിക്കും. അതായത് അബ്രഹാമിനെ 75-ാമത്തെ വയസ്സിൽ വിളിച്ചിട്ടും അബ്രഹാം നിഷ്കളങ്കനായി തീരാൻ ദൈവം നോക്കിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിഷ്കളങ്കനാകുന്നത്? നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരിലുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്ധ്യയുണ്ടാകും. അതായത് ഒരു മനുഷ്യൻ നിഷ്കളങ്കനാണെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രജ ഉത്ഭവിക്കുന്നുവെങ്കിൽ, ഒരപ്പനും അമ്മയും നിഷ്കളങ്ക ജീവിതമാണെങ്കിൽ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ നീതിമാനായിരിക്കും. അത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രമാണമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരിക്കലും വക്രത ഭവനത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടാകാൻ പാടില്ല. ഭാര്യയോടോ ഭർത്താവിനോടോ അവിശ്വസ്തത കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. അതിലൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇന്ന് ഇവിടെ നാം ചിന്തിക്കുന്നത് അബ്രഹാമോട് കർത്താവ് എന്ന് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. നീ നിഷ്കളങ്കനായിരുന്നാൽ മതി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ലോകത്ത് നിഷ്കളങ്കനാണെങ്കിൽ അനേകം പേരെ, പലരെയും നമുക്കറിയാം. വിശ്വാസത്തിൽ തന്നെ വന്നതിന് ശേഷം, കർത്താവിനെ അറിഞ്ഞ് പരമാർത്ഥതയോടെ വന്ന് നിഷ്കളങ്കതയോടെ വന്നതിന് ശേഷം അവനൊന്നുമില്ലാത്തവനായിപ്പോയി. കാരണം അവൻ്റെ നിഷ്കളങ്കതയിൽ അവനെ എല്ലാവരും കവർന്നു കളഞ്ഞു. അങ്ങനെ ആയിത്തീർന്ന അനേകരുടെ അനുഭവം നമുക്കറിയാം. അതെല്ലാം അങ്ങോട്ട് ചെതറിയില്ലാതെ പോയി. അപ്പോൾ ലോകത്തിലെല്ലാവരും മടിക്കുന്നൊരു കാര്യമാണ് നിഷ്കളങ്കനായിരിക്കുക. കാരണം നിഷ്കളങ്കനായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടും, വഞ്ചിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും, നഷ്ടപ്പെടും, അപഹരിക്കപ്പെടും. ഇതൊക്കെയും നിഷ്കളങ്കന്മാർക്കുള്ള ഈ ലോകത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ കർത്താവോട് പറയുകയാണ്, അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. നിഷ്കളങ്കനായിരുന്നോ? കാരണം ഞാൻ ആരാന്നറിയാവോ? സർവശക്തിയുള്ള ദൈവം. നിന്നെ വിളിച്ചവനും നിന്നെ ഈ വഴിക്ക് കൊണ്ടുവന്നവനും ഇന്ന് നിന്നോട് കൂടി ഇരിക്കുന്നവനും സർവശക്തിയുള്ളവനും. നീ പേടിക്കണ്ട. കാരണം അബ്രഹാം ഒരു പണി ചെയ്തു. അബ്രഹാം കുറേ നാള് മിസ്രൈമിൽ, അതായത് ഇന്നത്തെ ഈജിപ്തിൽ പോയി താമസിക്കേണ്ട അവസ്ഥ വന്നു. കൽദയ പട്ടണമായ ഊര്, അല്ലെങ്കിൽ ഇന്നത്തെ ബസ്ര എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നവനാണ് ആദാമും കുടുംബവും. അവിടെ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് ഇന്നത്തെ സിറിയയുടെ പരിസര പ്രദേശമായ ഹാരാൻ ദേശത്ത് വന്നു. അവിടെ നിന്ന് കനാൻ ദേശത്ത് വന്നു. കനാൻ ദേശത്ത് ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മിസ്രൈം ദേശത്ത് വരാനിടയായി തീർന്നു. മിസ്രൈം ദേശത്ത് വന്ന അബ്രഹാം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കിയതിന് ശേഷം സാറായോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ മതി. കാരണം നിനക്ക് സാറ നല്ല സൗന്ദര്യമുള്ളതാണ്, നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഈ ജനമെല്ലാം കൂടെ കണ്ടതിന് ശേഷം അവരെന്നെ കൊല്ലും, എന്നിട്ടൊക്കെ നിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്, നിന്നെ കൈവശമാക്കാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് എൻ്റെ പെങ്ങളെന്നേ പറയാം. അപ്പോൾ ഒരു പക്ഷേ നിന്നെ കൊണ്ടുപോയാലും, കാരണം നമ്മൾ അതിനെ പരദേശികളാണ്, നമ്മുടെ സ്വദേശം കൽദയപട്ടണമായ ഊര, അവിടെ നിന്ന് നമ്മൾ പോകുന്നതാണ്, നമ്മളിന്ന് പരദേശിയായിട്ട് ജീവിക്കുന്നതാണ്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മളുണ്ടാവില്ല, നമ്മളെ കൊന്നുകളയും. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പക്ഷേ അവരെല്ലാവരും കൂടി നിന്നെ ഭാര്യയായിട്ട് എടുത്താലും എനിക്ക് സഹായവും ചെയ്യും, നമുക്ക് ജീവിച്ചു പോകാം. ഈ വാക്ക് സാറ അനുസരിച്ചു. സാറായുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഫറവോൻ്റെ അരമനയിൽ എത്തി, വിഷയമെത്തി, കാര്യങ്ങളെത്തി. ഫറവോ സാറായെ വിട്ട് വിളിപ്പിച്ചു, തൻ്റെ ഭാര്യയാക്കി തീർന്നു. അത് ഏറ്റവും വലിയ ദുഃഖമായി പിന്നെ ദൈവം ഇടപെട്ടു. ഫറവോനും അവൻ്റെ കുടുംബത്തിനും ന്യായം വിധിച്ചു. ഒടുവിൽ രഹസ്യം വെളിപ്പെട്ടു. സാറായെ ഫറവോൻ അബ്രഹാമിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ തന്നെ വലിയ 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 കാര്യങ്ങളെല്ലാം ഉണ്ടായി. കർത്താവ് പ്രതിഷ്ഠായതിനു ശേഷം 99 വയസ്സായപ്പോൾ പറയാം, അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് കർത്താവ് തൻ്റെ നാമത്തെ വെളിപ്പെടുത്തുകയാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് അബ്രഹാം എന്ത് മനസ്സിലാക്കണം? ആ നാമത്തിൽ നിന്ന് പറയണം, അബ്രഹാമിനെ ദൈവത്തെ അറിയാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളൊന്നും ഇതുവരെ അബ്രഹാം കണ്ടിട്ടില്ല. കൽദയപട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് കൊന്നു. ഓരോ സ്ഥലത്തേക്കും മാറ്റി മാറ്റി കൂടാരമടിക്കാനായിട്ട് ആലോചന പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവിടം വരെയും കാത്തു സൂക്ഷിച്ചെന്നൊക്കെ അറിയാമെന്നുള്ളതല്ല, ഒരു മഹാപ്രവൃത്തി ദൈവത്തിന് കണ്ടതായിട്ട് നമ്മളിവിടെ പഠിക്കുന്നില്ല. അവിടെ കർത്താവ് വന്ന് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എല്ലാം ശദ്ദായി ആവും. ഒരു നാമം വെളിപ്പെടുകയാണ്, അവിടെ ഒരു പേര് വെളിപ്പെടുകയാണ്. ആ പേരിൻ്റെ അർത്ഥം സർവശക്തിയുള്ള ദൈവം. അതായത് ഞാനിങ്ങനെ എന്നെക്കുറിച്ച് വിചാരപ്പെടുകയോ ഞാൻ എനിക്ക് വേണ്ടി കരുതുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ വിളിച്ചവൻ ഇതൊക്കെയും എനിക്ക് നിവർത്തിച്ചു തരാനും എന്നെ സംരക്ഷിക്കാനും ശക്തനാണ്. ഇതാണ് ഞാൻ ആ വാക്കിൽ നിന്ന് ഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ കഴിവാണ് ദൈവം അവിടെ അബ്രഹാമിന് ആ നാമത്തിൽ കൂടി വെളിപ്പെടുത്തിയത്. അതോടുകൂടി അബ്രഹാമിന് ദൈവമായിരുന്നു മനസ്സിലായി. പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുവാനിടയായിരുന്നു. എന്നാൽ വീണ്ടും ഏകദേശം 400 പരം വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് സന്തതി ജനിച്ചു, ഇസ്ഹാക്കിന് സന്തതി ജനിച്ചു, ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ്. യാക്കോബിന് 12 മക്കൾ ജനിച്ചു. ആ 12 മക്കൾ അവരുടെ സന്തതി പെരുകി 70 പേരായി. ഒരു മൊത്തം 70 പേരായി. 70 പേരോടുകൂടി യോസഫിൻ്റെ കാലത്ത് ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ മിസ്രൈമിലേക്ക് അവർ പോയി. ഏകദേശം അബ്രഹാമിനെ ദൈവം വിളിച്ചതിന് ശേഷം 400 പരം വർഷം ആയി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ദൈവം മോശയ്ക്കും ഇസ്രായേലിനും വെളിപ്പെട്ട് മോശയോട് പറയുകയാണ്, ഞാൻ യഹോവയാകും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഈ നാമത്തിൽ വെളിപ്പെട്ടില്ല. ഞാൻ അവർക്ക് വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവം എന്ന നാമത്തിൽ 2 പേരിലാണ്. നിങ്ങൾക്ക് ഞാൻ ഹോ എന്ന നാമത്തിൽ വെളിപ്പെടുകയാണ്. ഈ വാക്കവിടെ എഴുതിയതിന് ശേഷം നമ്മൾ പഠിക്കുന്നത്, നമ്മളവിടെ ചിന്തിക്കുന്നത്, നമുക്ക് ആദ്യമേ തന്നെ അബ്രഹാം തനിക്ക് വേണ്ടി കരുതുമ്പോഴും ചിന്തിക്കുമ്പോഴും തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആലോചിക്കുമ്പോഴും അബ്രഹാമിന് ദൈവം
ഒരാശ്വാസത്തിനായിട്ട് കൊടുത്ത നാമമാണ് ഏൽശദ്ദായി. ഏൽശദ്ദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നിന്നെ ഏത് തരത്തിലും എല്ലാ അർത്ഥത്തിലും കാത്തു സൂക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരുന്നാൽ മതി, അത് നിന്നെ പരിപാലിക്കാൻ ഞാൻ ശക്തനാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന സന്ദർഭം അതല്ല. ഇവിടെ വേറൊരു സന്ദർഭം വന്നിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം വെളിപ്പെട്ടതിന് ശേഷം 400 പരം വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ജനം 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അത്രയും സ്ത്രീകളും കുഞ്ഞുകുട്ടികളും അങ്ങനെ എല്ലാവരുമായിട്ട് വലിയൊരു സമൂഹമായി തോന്നി. ഈ സമൂഹമായപ്പോഴേക്കും ഈ സമൂഹത്തെ ഫറവോൻ ഭയപ്പെട്ടു. കാരണം സമൂഹം ഒരുമിച്ച് കൂടി ഫറവോനെതിരെ നിന്നാൽ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതായിത്തീരും എന്ന് ഫറവോൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പീഡിപ്പിക്കാനും ഇവരെ ഇല്ലാതാക്കാനും ഇവരെ കുറച്ചു കളയാനും നോക്കുക. അങ്ങനെ അവർ പീഡ കൊണ്ട് നിലവിളിച്ചു. പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു, കരുത്തരായി ജനം വർദ്ധിച്ചു. അവർ നിലവിളിച്ചു. അവരെ നിലവിളി സ്വർഗത്തിലെത്തി. ദൈവം അവരെ നിലവിളി കേട്ടു. അവരെ വിടിവിപ്പിക്കാൻ ഇറങ്ങി വന്നു. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അങ്ങനെ അവരെ വിടിവിപ്പാനായിട്ട് കർത്താവ് തീരുമാനിച്ചു വന്ന സാഹചര്യമാണ് മോശയെ വിളിക്കുന്നത്. മോശയോട് പറഞ്ഞു, ഞാൻ യഹോവയാവും. നിന്റെ പിതാവായ അബ്രഹാമിന് ഞാൻ ഏൽശദ്ദായി എന്നുള്ള നാമത്തിലാണ് വെളിപ്പെട്ടത്. കാരണം അവൻ നിഷ്കളങ്കനായി ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും പീഡകളും പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവമായിട്ടാണ് ഞാൻ അന്ന് പ്രത്യക്ഷമായത്. ഇന്നങ്ങനെയല്ല. ജനം ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെ നിന്ന്, ഈ പീഡയിൽ നിന്നും, ശത്രുവിൻ്റെ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കണം. മാത്രമല്ല നിങ്ങളെ കൊണ്ടുപോയി കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്താക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നാമത്തെ വെളിപ്പെടുത്തുന്നത്. ആ നാമമാണ് യഹോവ എന്ന നാമം. യഹോവ എന്ന നാമത്തിൽ അവൻ അങ്ങനെ മോശയ്ക്കും ഇസ്രായേലിനും യഹോവ എന്ന നാമത്തിൽ ദൈവം വെളിപ്പെടുകയാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് 1450 വർഷങ്ങൾക്ക് മുമ്പാണ്. BC 1450. മിസ്രൈമിൽ വെച്ച് മോശയ്ക്കും ഇസ്രായേലിനും കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ യഹോവയാകും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഏൽശദ്ദായി അല്ലെങ്കിൽ സർവശക്തനായ ദൈവം എന്നുള്ള നാമത്തിലാണ് വെളിപ്പെട്ടതെന്നാൽ നിങ്ങൾക്ക് ഞാൻ യഹോവ എന്ന നാമത്തിലാണ് വെളിപ്പെടുന്നത്. നമ്മൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രകാരം പറഞ്ഞു 3 കാര്യങ്ങളാണ് നാമത്തെ ഉളവാക്കുന്നത്: കഴിവ്, പ്രവൃത്തി, സ്വഭാവം. ഒരാൾ തന്നെ യൂദയ്ക്ക് നല്ലൊരു പേരുണ്ടായപ്പോൾ തന്നെ അവൻ കളവ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അവന് കള്ളൻ എന്ന പേര് വന്നു. കർത്താവിന് ഒറ്റുകൊടുത്തതോടുകൂടി അവൻ ഒറ്റുകാരൻ എന്ന പേര് വന്നു. അവനാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അതോടുകൂടി അവൻ ദ്രോഹിയായി തീർന്നു. അവൻ കർത്താവിനോടുകൂടെ പുറമേ ആണെങ്കിലും അവൻ കർത്താവിനോടുകൂടെ ശിഷ്യനായിട്ട് നടന്നു. അതിനാൽ അവൻ ശിഷ്യനെന്ന് പേരായി. മനുഷ്യനും ദൈവത്തിനും ദൂതന്മാർക്കും നിർജീവവസ്തുക്കൾക്കും മൃഗങ്ങൾക്കാണെങ്കിൽ പോലും പേരുളവായി വരണമോ അതിന് ഈ 3 കാര്യങ്ങൾ വേണം: പ്രവൃത്തി വേണം, കഴിവ് വേണം, സ്വഭാവം വേണം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ പേര് എന്തായിരിക്കണം? ഒരാളുടെ പേര് നല്ലൊരു പേരിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് നിഷ്കളങ്കൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ നിഷ്കളങ്കതയ്ക്ക് പ്രവൃത്തിയുണ്ട്. സത്യവാൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് പ്രവൃത്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്, ചിന്തിക്കാനുള്ളത്, യഹോവ എന്ന നാമത്തിൽ ദൈവം വെളിപ്പെട്ടെങ്കിൽ യഹോവ എന്ന നാമം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു? യഹോവ എന്ന നാമം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു? നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് വേറെ എങ്ങൊന്നുമല്ല. ഈ 3 കാര്യങ്ങൾ എന്നായിരിക്കണം: യഹോവയുടെ സ്വഭാവം, യഹോവയുടെ പ്രവൃത്തി, യഹോവയുടെ കഴിവ്. ഈ 3 കാര്യങ്ങൾ തന്നെയായിരിക്കണം ഈ നാമത്തെ ഉണ്ടാക്കിയത്. എന്താ യഹോവയുടെ നാമം? എന്താ യഹോവയുടെ പ്രവൃത്തി? എന്താ യഹോവയുടെ കഴിവ്? എന്താ യഹോവയുടെ സ്വഭാവം? അതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാമത്തെ നിന്നോട് ഘോഷിക്കാൻ പോവാം. എൻ്റെ നാമത്തെ ഘോഷിക്കുക. നാമത്തെ ഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നാമം വേറെ ആളുകൾക്ക് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേര് അലക്സ് എന്നാണെങ്കിൽ, അലക്സാണ്ടർ എന്നാണെങ്കിൽ ആ പേര് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പേര് പൗലൂസ് എന്നാണെങ്കിൽ പൗലൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണോ? അല്ലെങ്കിൽ പൗലൂസിൻ്റെ വിശേഷണമാണോ? അല്ല. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാമത്തെ ഉളവായതിന് മൂല കാരണമായ 3 കാര്യങ്ങൾ: സ്വഭാവവും പ്രവൃത്തിയും കഴിവും തന്നെ ആയിരിക്കണം ആ നാമത്തെ വെളിപ്പെടുത്തുമ്പോൾ പറയേണ്ടത്, നാമത്തെ ഘോഷിക്കുമ്പോൾ പറയേണ്ടത്. നാമത്തെക്കുറിച്ചല്ല, നാമത്തെ ഘോഷിക്കുമ്പോൾ. ഒരാളെ കുറിച്ച് പറയും, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കും. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്: ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കും. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഒന്നും, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വേറൊന്നും. ഇതുപോലെ യഹോവയെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് യഹോവയുടെ നാമത്തെ ഘോഷിക്കാൻ പോവാം. യഹോവയുടെ നാമത്തെ ഘോഷിക്കാൻ പോവാം. നാമത്തെക്കുറിച്ചല്ല, നാമത്തെ ഘോഷിക്കാൻ പോവാം. അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: യഹോവയുടെ സ്വഭാവവും, യഹോവയുടെ കഴിവും, യഹോവയുടെ പ്രവൃത്തിയും ആണ് യഹോവയ്ക്ക് നാമം ഉണ്ടാക്കി കൊടുത്തത്. ആ പ്രവൃത്തിയും കഴിവും സ്വഭാവവുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് 36 പുറപ്പാട് പുസ്തകം 36 അധ്യായത്തിൻ്റെ ആദ്യം 33 അധ്യായത്തിൻ്റെ 17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൻ, അതായത് മോശ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, അതായത് യഹോവ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മുൻപാകെ യഹോവയുടെ നാമത്തെ ഘോഷിക്കാൻ പോവുകയാണ്. അവിടെ യഹോവയുടെ നാമത്തെ ഘോഷിക്കാൻ പോവാ. ഘോഷിക്കുന്നതാരാ? യഹോവ. യഹോവ തന്നെ പറയുകയാണ്, ഞാൻ യഹോവയുടെ നാമത്തെ ഘോഷിക്കാൻ പോവുകയാണ്. തുടർന്ന് 34 അധ്യായത്തിൽ 5 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവയായ ദൈവം മോശയുടെ അടുക്കൽ വന്നതിന് ശേഷം യഹോവയുടെ നാമത്തെ ഘോഷിക്കുകയാണ്. യഹോവയുടെ നാമത്തെ ഘോഷിക്കുമ്പോൾ അവിടെ ഘോഷിക്കുന്ന രീതി പ്രകാരമാണ്.
യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചു തന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. യഹോവയുടെ നാമത്തെ കുറിച്ച് ഭാഗം നമ്മളെ കേട്ടത്. ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാലുണ്ട് അതിൽ ദൈവത്തിൻ്റെ ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ ഉണ്ട്? പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. അവരുടെ സ്വഭാവം കരുണയുള്ളവനാണ്, അകൃത്യങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്. കഴിവും പ്രവൃത്തിയും സ്വഭാവവും മാത്രമാണ് അവിടെ പറയുന്നത്, വേറൊരു കാര്യം അവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാമം സമം പ്രവൃത്തി, കഴിവ്, സ്വഭാവം. ഈ മൂന്ന് ഘടകത്തിൽ നിന്നാണ്, ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ നാമമുള്ളൂ. ഏത് നാമമായാലും, അത് ദൈവത്തിൻ്റെ നാമമായാലും ദൂതൻ്റെ നാമമായിരുന്നാലും മൃഗങ്ങളുടെ നാമമായിരുന്നാലും മനുഷ്യൻ്റെ നാമമായിരുന്നാലും നിർജീവ വസ്തുക്കളുടെ നാമമായിരുന്നു, അത് സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നാമത്തിന് ആധാരമായി കഴിവുണ്ട്, പ്രവൃത്തിയുണ്ട്, സ്വഭാവം. ഈ പ്രവൃത്തിയാണ്, ഈ കാര്യങ്ങളാണ് യഹോവ എന്ന നാമം ഉളവാക്കിയിരിക്കുന്നത് എന്ന് നാം കാണുകയാണ്. കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ ഈ കാര്യങ്ങൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കാം. യഹോവ എന്ന നാമം ഇസ്രായേലിനും മോശയ്ക്കും ക്രിസ്തു ജനിക്കുന്നതിന് 1450 വർഷം മുമ്പ് ദൈവം വെളിപ്പെടുത്തി. ആ യഹോവ എന്ന നാമം എവിടെ നിന്നുളവായി? ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും കഴിവിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ഉളവായതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും സ്വഭാവവും കഴിവും എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത വിഷയം, നമുക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് യഹോവ എന്ന നാമമല്ല, നമുക്ക് തന്നിരിക്കുന്നത് മറ്റൊരു നാമമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അവനവരുടെ പാപങ്ങളെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നത് യേശു എന്ന നാമമാണ്. ആ യേശു എന്ന നാമം അതിന് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ കാണണം. ഏതൊക്കെ? പ്രവൃത്തി, കഴിവ്, വിശ്വാസം എന്നിവ. പ്രവൃത്തി, കഴിവ്, വിശ്വാസം എന്നിവ യേശു എന്ന നാമത്തിലും കാണണം. യഹോവ എന്ന നാമത്തിൻ്റെ പ്രവൃത്തിയും വിശ്വാസവും കഴിവും, പ്രവൃത്തിയും സ്വഭാവവും കഴിവും നമ്മൾ മനസ്സിലാക്കി. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5-ാം ഭാഗത്ത്. ഈ യേശു എന്ന നാമത്തിൻ്റെ സ്വഭാവം ഏതാ? കഴിവ് ഏതാ? പ്രവൃത്തി ഏതാ? അതിൻ്റെ ഒരു രൂപം ഏതാ? അതാണ് നമ്മൾക്ക് അടുത്ത ഭാഗം ചിന്തിക്കുന്നത്. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം യഹോവയായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം ഭാവിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവനെവിടെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി.
യഹോവയായ ദൈവം തനിക്ക് തൻ്റെ നാമത്തിന് ഒരു പടി കൂടി മഹത്വം വേണം, പിന്നെ ശാശ്വതത്വം വേണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശാശ്വതമായ ഒരവസ്ഥ ഉള്ള നാമമായിരിക്കണം. രണ്ടാമത്തത് മഹത്വം വേണം, ഗ്ലോറി വേണം. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉള്ള നാമമാണ് തനിക്ക് വേണ്ടത്. ഒരു മനുഷ്യന് നല്ലൊരു പേരുണ്ട്. ആ മനുഷ്യൻ ഒരു വിദ്യാഭ്യാസത്തിന് പോയി കഴിഞ്ഞ് വന്നു, പഠനം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആ മനുഷ്യൻ്റെ പേരിനോടുകൂടി അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കൂടി വന്നു. ഉദാഹരണമായിട്ട് ഒരു എഞ്ചിനീയർ ആകാൻ പോയതാണെങ്കിൽ ബിടെക്കോ എംടെക്കോ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കൂടെ വന്നു. ഡോക്ടറാകാൻ പോയതാണെങ്കിൽ അതിൻ്റെ കൂടെ അത് വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൂക്കോസ് എന്ന് പറയുന്നത് പേരാണ്. ലൂക്കോസ് എന്നുള്ളത് പേരാണ്, പക്ഷെ ലൂക്കോസിനൊരു വിശേഷണോട് ഉണ്ട്. അതേതാണ്? വൈദ്യനായ ലൂക്കോസ്, ഡോക്ടർ ലൂക്കോസ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കിട്ടിയത്. ലൂക്കോസിന് തൻ്റെ പഠനത്തിൽ കൂടിയും തൻ്റെ ജീവിതത്തിൽ കൂടിയും കിട്ടിയതാണ്, തൻ്റെ പ്രവൃത്തിയിൽ കൂടിയും കിട്ടിയതാണ്. ഇന്ന് ലൂക്കോസ് വൈദ്യനെന്നുള്ള പേര് എക്സ്ട്രാ മേടിച്ചതിന് എന്തൊക്കെ ഇതുണ്ട്? ഒന്നവൻ പഠിച്ചു, രണ്ട്, ആ പഠിത്തം ജീവിതത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ ലൂക്കോസ് എന്തൊക്കെ കാര്യത്തോടു കൂടിയാണ് വൈദ്യനായ ലൂക്കോസ് ആയത്? ലൂക്കോസ് തൻ്റെ കഴിവനുസരിച്ച് പഠിക്കാനുള്ള കഴിവ് വെളിപ്പെടുത്തി പഠിച്ചു, പ്രവർത്തിച്ചു. തൻ്റെ സ്വഭാവവും തൻ്റെ കഴിവും തൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുത്തി, ആ വെളിപ്പെട്ട ആ കഴിവും സ്വഭാവവും പ്രവൃത്തിയും വെളിപ്പെടുത്തി സമ്പാദിച്ച ഒന്നാണ് വൈദ്യൻ. അങ്ങനെ വൈദ്യനായ ലൂക്കോസായി. വൈദ്യനായ ലൂക്കോസായി. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ലൂക്കോസാണോ വലുത്, വൈദ്യനായ ലൂക്കോസാണോ വലുത്? സംശയമൊന്നുമില്ല, വൈദ്യനായ ലൂക്കോസാണ് വലുത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴോ ഈ കാലഘട്ടത്തിലും നമ്മൾ പഠിക്കുന്നത് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, യഹോവ വലിയവൻ. അതിൻ്റെ തൊട്ട് താഴത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് യേശു രക്ഷകൻ. അപ്പോൾ യഹോവയാണ് വലിയവൻ, അതിനെക്കുറിച്ച് അറിവില്ല. യഹോവ തന്നെയാണ് വലിയവൻ, യേശു അതിനേക്കാൾ ഇച്ചിരി താഴ്ന്നവൻ എന്നാണ് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. ലൂക്കോസ് വൈദ്യനായ ലൂക്കോസായി. ഇതുപോലെ യഹോവ മഹത്വവും ശാശ്വതത്വമുള്ളായ ഒരു നാമമായി. അതിന് ചെയ്ത പ്രവൃത്തി എന്തൊക്കെയാണ്? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി, കടലിനെ വിഭാഗിച്ചു, 10 അത്ഭുതങ്ങളെ മിസ്രയീമിൽ പ്രവർത്തിച്ചു, ഇസ്രായേൽ ജനത്തെ നടത്തി, മേഘസ്തംഭത്തിനും അഗ്നിസ്തംഭത്തിനും വഴി നടത്തി, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നടത്തി. 40 വർഷം കൊണ്ട് ഈ ജനത്തെ യോർദാന്റെ സമീപത്ത് എത്തിച്ചു. യോർദാൻ പിളർന്നു, ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനം കനാൻ ദേശത്തെത്തി.
അവിടെ അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതോടുകൂടി ഈ കാലഘട്ടത്തിങ്കൽ ഈ 40 വർഷം കൊണ്ട് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കഴിവ്, ഇത് മൂന്നും കർത്താവ് വെളിപ്പെടുത്തി കർത്താവിന് മഹത്വവും ശാശ്വതവുമായ ഒരു നാമം സമ്പാദിച്ചു. ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് എന്ന് പറയുന്നത് പോലെ യഹോവ യേശു ആയിരുന്നു.